ഞാനിപ്പോൾ നിലവിൽ നിൽക്കുന്നത് നമ്മുടെ വഞ്ചിയൂർ റോഡിലാണ്. വഞ്ചിയൂർ റോഡിൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. കാരണം കഴിഞ്ഞ 2-3 ദിവസമായി നമ്മളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ മഴക്കെടുതിയും കുഴികളും ഒക്കെ ആയിട്ട്. അപ്പം ഇന്ന് നിലവിൽ മഴ രാവിലെ ഒന്ന് ചെറുതായി പെയ്തത് മാത്രമേ ഉള്ളൂ. ഇന്ന് കാര്യമായ മഴ പെയ്തില്ല. പക്ഷേ എന്നിരുന്നാൽ കൂടെ ജനജീവിതം വളരെ ദുരിതത്തിലാണ്. കാരണം ഈ റോഡ് പണിയാണ് തിരുവനന്തപുരം നഗരത്തിലെ പ്രധാന പ്രശ്നമെന്ന് നിലവിൽ പറയേണ്ടതായിട്ട് വരും. കാരണം റോഡ് പണിയല്ല, പക്ഷെ അത് കൃത്യമായിട്ട് സമയബന്ധിതമായി തീർക്കാത്തത് തന്നെയാണ് പ്രധാന പ്രശ്നം. അപ്പം ഈ പ്രായമുള്ള ആളുകൾ അടക്കം പോകുന്ന ചില പാതയാണ്. അപ്പം ഇതിൻ്റെയൊക്കെ തന്നെ ഓടകളുടെ ഭാഗങ്ങളൊക്കെ തന്നെ കമ്പി അടക്കം നിലവിൽ ഇവിടെയുണ്ട്, വഞ്ചിയൂർ റോഡിലുണ്ട്. ചേട്ടാ, പ്രദേശവാസി ദൈവത്തിനറിയാം. ഒരു ജോത്സ്യനെ വിളിച്ചുകൊണ്ട് വന്ന് കവടി നിരത്തി വെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ പറഞ്ഞാൽ വിശ്വസിക്കുക, അല്ലാതെ ഇവർ പറയുന്നതൊന്നും വിശ്വസിക്കുക. ഇവിടെ മോത്തി എന്തായാലും ഇവിടെ വലിയ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. അപ്പം ഒപ്പം തന്നെ നമ്മളോട് കുറച്ച് അതിഥി തൊഴിലാളികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വെള്ളത്തിനും ഒക്കെ തന്നെ പ്രശ്നമുണ്ട് നടക്കമുള്ള കാര്യങ്ങൾ. കാരണം റോഡ് പണിയുടെ ഭാഗമായിട്ട് കുഴിച്ചിട്ടതിൻ്റെ ഭാഗമായിട്ട് പൈപ്പ് അടക്കം പൊട്ടുകയും ആ പൊട്ടിയ പൈപ്പിൻ്റെ മുകളിൽ ചാക്കിട്ട് മൂടിയ ശേഷം അങ്ങനെയൊക്കെ തന്നെ ആളുകൾ പറയുന്നുണ്ട്. നിലവിൽ അങ്ങനെ കൂടെ ഒരു പ്രശ്നം, അതായത് കുടിവെള്ള പ്രശ്നം വളരെ രൂക്ഷമാണ് ഈ പ്രദേശത്ത്. ഒപ്പം ഈ മഴ പെയ്ത് കഴിയുമ്പോൾ വീടിലേക്കൊക്കെ വെള്ളം കയറി അല്ലെങ്കിൽ ചെളി അടിഞ്ഞു കൂടുന്ന ഒരു സവിശേഷ സാഹചര്യം കൂടെ തിരുവനന്തപുരം നഗരത്തിലുണ്ട്. അപ്പോൾ പ്രദേശവാസികളടക്കം ആ ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് പറയുന്നത്. ഈ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ടുള്ള നവീകരണം കൃത്യമായിട്ട് തീർന്നിരുന്നെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഒഴിവായേനെ. എന്തായാലും കുറച്ച് അതിഥി തൊഴിലാളികൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അവർക്ക് പറയാനുള്ളത് കൂടി കേൾക്കാം. കാരണം ഇവർ കുടിവെള്ള പ്രശ്നമാണ് പ്രധാനമായിട്ട് ഉന്നയിക്കുന്നത്. ഇവിടെ വെള്ളമില്ല അല്ലേ സാർ? ഒരാഴ്ചയായി നമ്മളെ വെള്ളം കിട്ടൂല കുടിക്കാനായിട്ട്. കുടിക്കാനും വെള്ളമില്ല, കുളിക്കാനും ഒന്നും വെള്ളമില്ല. ഒരാഴ്ചയായി. എന്താണ് ഇവിടുത്തെ ഓണർ പറയുന്നത്? ഓണറില്ല, നമ്മൾ എവിടെ ജോലി ചെയ്യുന്ന സ്റ്റാഫ്. വെള്ളമില്ല ഒരാഴ്ചയായി. മൊത്തി നിലവിൽ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായിട്ട് എവിടെയൊക്കെ റോഡ് കുഴിച്ചിട്ടുണ്ടോ, റോഡിനായിട്ട് കുഴികൾ എടുത്തിട്ടുണ്ടോ, അവിടെയൊക്കെ തന്നെ കുടിവെള്ള പ്രശ്നം നേരിടുന്നുണ്ട്. നമ്മൾ ഹയാത്ത് ഹോട്ടലിലൊക്കെ മുൻപ് റിപ്പോർട്ട് ചെയ്ത സമയത്ത് അവരും ഇതേ പ്രശ്നം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലുള്ള ഒരു എന്താ പറയുക ധാരണയില്ലായ്മ. നിലവിൽ റോഡ് കുഴിച്ചിടും, പിന്നീട് അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം പിന്നീട് വന്നിട്ട് ഈ പറയുന്ന പോലെ തന്നെ വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ PWD വന്ന് വീണ്ടും മറ്റൊരു കുഴിയെടുക്കുന്നു. ഇതൊക്കെയാണ് നിലവിൽ നടക്കുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നിലവിൽ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ വീണ്ടും ഇഴയുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം ഇതൊക്കെ തന്നെ നവീകരിക്കാതെ മുമ്പോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷം കൂടെ ഉണ്ട് മോത്തി.